ഹായ്, ഇതെൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീടാണ്. ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന വീട്. എൻ്റെ തുടക്കം ഈ വീടാണ്. ഈ വീട് ഈ വീടാണ് തുടക്കം. ഈ വീട് തുടങ്ങിയ വെച്ചാൽ കട്ട നമ്മളിവിടെ വീട്ടിൻ്റെ മുറ്റത്ത് തറവാട് വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് കട്ട ഉണ്ടാക്കിയത്. സിംഗിൾ കട്ട ഓരോ പെട്ടി വെച്ചിട്ട് പെട്ടിയിലുണ്ട്. ലാസ്റ്റാണ് മെഷീൻ വാങ്ങിയത്. മെഷീൻ വാങ്ങിയിട്ട് ഈ വീട് രണ്ട് നമ്മൾ രണ്ട് വീട് കട്ട വെച്ചിട്ട് എടുത്ത വീടാണ് ഈ വീട്. പിന്നെ സ്റ്റെയർ കേസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റെയർ കേസ് കയറി ഏത് പ്രായമുള്ള ആൾക്കാർക്ക് സ്റ്റെയർ കേസ് കയറി പോവുക എന്നുള്ളതാണ്. ഇനി മരിയൊക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. മുഖം കറക്കാൻ നിൽക്കണ്ട, അമ്മായിമാർക്ക് മുഖം കറക്കാൻ നിൽക്കണ്ട, അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. മരിയൊക്ക് 10-20 വട്ടം കയറി ഇറങ്ങിയാലും മുട്ടുംകാലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്റ്റെയർ കേസൊക്കെ നമുക്ക് കാണിച്ചാൽ സ്റ്റെയർ കേസ് അതായത് 5 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റിൽ അടിപൊളി സ്റ്റെയർ കേസ് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ഇത് നമ്മൾ വി ബോർഡിലാണ് ഇതിൻ്റെ വാർപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. വി ബോർഡ് ഷീറ്റ് വിരിച്ചിട്ട് 2 ഇഞ്ച് കനത്തിലാണ് ഇതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് 2 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തത്. മുകൾക്ക് നമുക്ക് കയറി പോകാം. മുകൾക്ക് ആയിട്ട് ഇതിൻ്റെ സ്റ്റെയർ കേസ് ശരിക്കും നമ്മൾ കാണിച്ചത്. ഇതിൻ്റെ സ്റ്റെയർ കേസ് ഏത് കുട്ടികൾക്കും എല്ലാവർക്കും ഓടി കുട്ടികൾക്ക് ധൈര്യത്തിൽ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വിടാം, ഓടി ചാടി നടക്കുന്നതിൻ്റെ പോലെ. പിന്നെ ആകെ ഒരു 20 അടിയുള്ള ഈ വീടിൻ്റെ വീതി. നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ലാൻഡിങ് വേണം. ലാൻഡിങ് ഒരു 2-3 ലാൻഡിങ് ഉണ്ട്. നമ്മൾ കയറി പോകൊണ്ട് നമ്മൾ മുട്ടുംകാൽ അറിയാൻ പാടില്ല. കയറി പോകൊണ്ട് മുട്ടുംകാൽ ഒരിക്കലും അറിയാൻ പാടില്ല, കാലറിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെളിച്ചം വേണം, വീട്ടിൽ നല്ല വെളിച്ചം വേണം. കട്ടിൻ്റെ അടിക്ക് പകൽ ടോർച്ചടിക്കുന്നതാണ് വെളിച്ചം അങ്ങനെ വരും നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ 5 സെൻറ്റിലുള്ള വീടിൻ്റെ സ്റ്റെയർ കേസൊക്കെ. ഇതിനെക്കാട്ടി സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ പോലും ഇങ്ങനെ സ്റ്റെയർ കേസ് ആരും ചെയ്യലില്ല. പക്ഷെ ചെയ്യാൻ പറ്റും. ചെയ്തു കൊടുക്കാനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാ വീട്ടിലും പിന്നെ മുകളിൽ സിറ്റ് ഔട്ട്, മുകളിൽ ബാൽക്കണി ഉണ്ടാക്കുന്നത്. ഈ ബാൽക്കണി ശരിക്കും വേസ്റ്റാണ്. ബാൽക്കണി എന്ന് മുതൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അന്ന് മുതൽ ഡോർ അടച്ചിട്ടിട്ട് അടുത്ത നനച്ചുൾ മണിക്കായിക്കാരെ പിന്നെ കുറച്ചെണ്ണൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറില്ല. ഒരു കാരണവശാലും ഒരു വീട്ടിലും ബാൽക്കണിയിൽ ആരും ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല. എവിടെ ഇരിക്കലില്ല. അപ്പം നമ്മളെന്താണ് ബാൽക്കണീനെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള പാടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലത്തെ ബാൽക്കണീനെ ഇതേപോലെ കവർ ചെയ്തിട്ട് ഹൈഡ്രോളിക്കിൻ്റെ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താണ് ബാൽക്കണിയുമായി ഇത് അടിച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമുമായി. അപ്പോൾ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി ബെഡ്റൂമുമായി എല്ലാം ആയി. നിങ്ങൾക്ക് ബാൽക്കണീൻ്റെ യൂസിങ് നടക്കും. അപ്പോൾ ഇങ്ങനെ വീടുപരമായിട്ട് നിങ്ങൾ മുകളിലത്തെ സ്പേസിനൊക്കെ ഉപയോഗിക്കുക. ഈ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇനി ഇതിൻ്റെ സ്റ്റെയർ കേസ് ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്റ്റെയർ കേസ് ഒന്നും പാടെ നിങ്ങൾക്ക് വന്നുകൊണ്ട് പഠിക്കും. ഇതൊക്കെ നമുക്ക് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇനി 2 സ്റ്റെപ്പ് വെക്കാണ്ട് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഒരു സിറ്റിംഗ് ഒക്കെ വെച്ച് പിക്ചറൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാനുള്ളത്. ഇതൊരു ഊട്ടി സ്റ്റൈലാണ്. ഇതിൻ്റെ റൂഫ് ഓട് വർക്ക് ഒക്കെ നമ്മൾ സീലിംഗ് ചെയ്താണ്. പിന്നെ ഒരു പ്രത്യേക ഇതിൻ്റെ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദിക്കാർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് വെൽഡിങ് അറിയില്ല. ലാസ്റ്റ് 3 കണ്ണടച്ചിട്ട് ഞങ്ങൾ 3 ആൾക്കാരിൻ്റെ 2 ദിവസം ഞാനുപാടാണ്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഓട് വർക്കാണ് ഫസ്റ്റൊക്കെ വലിയ ഓട്ടമായി. പിന്നെ അത് ക്ലിയറായി. വെൽഡിങ് മൊത്തം ഞങ്ങളുടെ അടുത്ത് ലാസ്റ്റ് സ്റ്റെയർകേസ് കാറ്റിങ് കൊടുക്കാൻ വിൻഡൊക്കെ, പക്ഷെ അത് ഞങ്ങളെല്ലാം എടുത്ത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് മൊത്തം ഞങ്ങളെടുത്ത്. ഇതിൻ്റെ ഒരു വിധം മൊത്തം പണി തേപ്പ് മാത്രം നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ളൂ. തേപ്പ് അങ്ങനെ ചില്ലറ പണികളൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 900 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. ഈ സ്റ്റെയർ കേസിൽ എൻ്റെ ബാപ്പ അസുഖമായിട്ട് എടുക്കുന്ന ടൈമിലൊക്കെ ഈ മുകളിലത്തെ റൂമിലാണ് നമ്മൾ എന്തെങ്കിലും ബാത്റൂം കൊണ്ട് ആവശ്യത്തിനൊക്കെ ഈ സ്റ്റെയർ കേസ് ഇറക്കിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഏത് പ്രായക്കാർക്കും ഈ സ്റ്റെയർ കേസ് കയറാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് 6 ഇഞ്ചിൽ ഒരിക്കലും കൂടാൻ പാടില്ല. 6 ഇഞ്ചിൽ കുറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഒരടി വീതിയുണ്ട്. പല വീട്ടിലും 6 ഇഞ്ച് തന്നെ സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ്. പക്ഷേ എന്താണ് കയറി പോകാൻ റിസ്ക് തന്നെ. കാരണം എന്താ വീതി കുറവേക്കാറ് 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. വീതി കൂടിയാൽ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുമാത്രമല്ല ഒറ്റ ട്രിപ്പിൽ 6 ഇഞ്ചിന് മുകളിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ലാൻഡിങ്ങിന് ഉണ്ടാക്കണം. 2-3 ലാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റെയർ കേസ് കയറാൻ പറ്റുള്ളൂ. അതല്ല കാലിനൊക്കെ ഒരു സുഖം ഉണ്ടാവും. നമുക്ക് കയറുന്നത് അറിയാൻ പാടില്ല എന്നുള്ള.
ഇതിൻ്റെ ഒരുപാട് ഈ വീടിൻ്റെ ഒരുപാട് കിച്ചൺ കാര്യങ്ങളൊക്കെ കിച്ചണൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് ചിമ്മിക്കൂടെ എങ്ങനെയാണെന്നുള്ളത് ഒക്കെ ഞാൻ പിന്നെ കറക്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഈ 900 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാരണം സാധാരണക്കാരന് വീടെടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ചിലവ് ചുരുങ്ങി വീടെടുക്കുക എന്നുള്ളത് കറക്റ്റ് ഈ വീടിൻ്റെ വിഷ്വൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വിഷ്വൽ തന്നെ കാണിച്ചു തരും. അപ്പോൾ പിന്നീട് ഞാൻ ക്രമേണ ഇതിൻ്റെ മറ്റുള്ള ഭാഗം പാടെ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ.